ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് റോയൽ ആയിട്ടുള്ള വീഡിയോ ആണ്. ഞങ്ങളുടെ ഇരിങ്ങാലക്കുടയിലും വന്നിട്ട് ആ കുതിര സവാരി പഠിപ്പിക്കുന്നത്. നമ്മൾ കേട്ടിട്ടുള്ളത് വലിയ വലിയ സ്കൂളിൽ, ബോർഡിംഗ് സ്കൂളിൽ അല്ലെങ്കിൽ ഊട്ടി അങ്ങനത്തെ ഉള്ള സ്ഥലത്തല്ല കുതിര സവാരിയുള്ള. ഞങ്ങളുടെ ഈ ചെറിയ ഇരിങ്ങാലക്കുടയിലും വന്നിട്ടുണ്ട് കുതിര സവാരി പഠിപ്പിക്കാൻ ആൾക്കാർ. അപ്പം നമുക്ക് അവരുടെ വിശേഷങ്ങൾ നമുക്ക് ഏട്ടനെ കൊണ്ടൊന്ന് റൈഡും ചെയ്യിപ്പിക്കാം. ഓ കറക്റ്റ് നോക്കുക, ആ റൗണ്ടിൽ കൂടെ തന്നെയാവാൻ പോകണുള്ളൂ. ആ നല്ല കുളമ്പ് ശബ്ദം നല്ല രസമുണ്ട് കേൾക്കാൻ. ചെറുപ്പത്തിൽ ഞാൻ ഊട്ടി പോയപ്പോൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ആ ഊട്ടിയിലത്തെ കുതിരയ്ക്കൊന്നൊരു സുഖം ഉണ്ടായിരുന്നില്ല കാണാൻ. ഇത് നല്ല ഭംഗിയുള്ള കുതിര. ഏട്ടൻ ഇവിടെ ഗോപ്രോ സെറ്റ് ചെയ്യാണ് എനിക്ക് കയറി ഓടിക്കാൻ. കാരണം ചെറിയ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ ഒരു സേഫായിട്ട് ISM മാർക്കുള്ള സ്റ്റെഡ്സിൻ്റെ ഹെൽമെറ്റ് നിൽക്കട്ടെ എന്ന് വെച്ചു. തീരെ പേടിയില്ല ഏട്ടാ, അതുകൊണ്ടാ ഇതൊക്കെ. നോക്കിയാ ചെറിയ കുട്ടിയാരെ ഓടിക്കുന്നുണ്ടാ. ആക്ച്വലി ഈ കുതിര സവാരി കാണാനുണ്ടല്ലോ ഈ സൈഡിൽ, ഈ ഗ്രൗണ്ടിൻ്റെ സൈഡിൽ കുറേ പേര് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ സമയമാകുമ്പോൾ ഇവരൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്ന പറയണേ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഓടിക്കാൻ പോവാണ്, ഒന്ന് കയറാൻ പോവാണ്. അപ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഇത് നമ്മ ബ്രൈഡില് കടിഞ്ഞാൻ ഇത് മൊത്തത്തിൽ ബ്രൈഡില്, ഇത് റെയിൻസ് എന്ന് പറയും. ലെഫ്റ്റ് റൈറ്റ് ഒക്കെ ഇതിൽ തന്നെ, ബ്രേക്കും ഇതിൽ തന്നെ, സാധാരണ വണ്ടി ഓടിക്കണ പോലെ. ഇത് ഒരെണ്ണം പിടിച്ചിട്ട് റൈറ്റിലോട്ട് വലിച്ചാലും ലെഫ്റ്റിലോട്ട് വലിച്ചാലും അതുപോലെ. ഓ അങ്ങനെയല്ലേ, രണ്ടും ഒരുമിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ആയി. നമ്മളിപ്പോൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ അവർ ജസ്റ്റ് ഇങ്ങനെ തൊട്ടടുത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട്. ഇത് നമ്മൾ ട്രെയിനിങ് കൊടുക്കണ കുതിരകളാ, ഇവിടെ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കണ കുതിരകളാണ്. അപ്പോൾ കുഴപ്പമില്ല, നടന്നോളൂ. അപ്പം ഞാനൊന്ന് കയറട്ടെ. ഏട്ടനപ്പോൾ ഹീരേനെയാണ് ഓടിക്കാൻ പോകുന്നത്. ജസ്റ്റ് ഗോപ്രോന്റെ മൗണ്ട് ഉണ്ടായില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹെൽമെറ്റിൽ വെച്ചു. അല്ലെങ്കിൽ നമുക്ക് കയ്യിലൊക്കെ എടുത്ത് ചെയ്യായിരുന്നു. സൂക്ഷിച്ചിട്ടാ. ഇതുകൊണ്ട് ലെഫ്റ്റിലേക്ക് വലിച്ച് അതുപോലെ ഈ കാലം എന്റെ കൂടെ മൂവിന് അത് അപ്പോൾ ബൈക്കിൻ്റെ പോലെ തന്നെ ഹെൽമെറ്റിൽ നിർബന്ധമാണ് ഓടിക്കാൻ. നല്ല സുഖമുണ്ട്. നമ്മൾ ഊട്ടിയിലൊക്കെ ആണ് പണ്ട് കുതിര സവാരി ഉണ്ടായേക്കണത്, ഊട്ടി മൂന്നാറൊക്കെ. ഇവിടെ ഇരിഞ്ഞാലക്കുട തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് കുതിര ഓടിക്കാം. നല്ല സൗണ്ട് മറ്റേ പോവാൻ. ഓടിപ്പിക്കണ്ട. 8,000 രൂപയ്ക്ക് നന്നായിട്ട് കുതിരേനെ ഓടിച്ച് പഠിക്കുകയാണെങ്കിൽ നല്ലതല്ലേ? അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല. നേരെ കാണുന്ന ആ കുതിര ഭയങ്കര കുറുമ്പനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഓടിയിരുന്നെങ്കിൽ ഏട്ടൻ താഴെ കിടന്നേ. ഇത് കൊച്ച് ക്യൂട്ട് കുതിര. ഇവളെയാണ് ആദ്യം നമ്മൾ ട്രെയിനിങ്ങിന് വരുമ്പോൾ ആദ്യം ഓടിപ്പിക്കേണ്ടത്. ഇവളെ പഠിച്ച് തയ്പ്പിച്ചതിന് ശേഷം ദിവനിൽ, ഈ പെങ്കൊച്ചിൽ അല്ല, ഈ കുതിര പെങ്കൊച്ചിൽ. അത് കഴിഞ്ഞിട്ടാണ് ആ കുറുമ്പനിൽ സിദ്ധു. ആദ്യ ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് റൗണ്ട് അടിക്കലായിരുന്നു. ബ്രേക്ക് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ പിടിച്ച് ഒരുമിച്ച് വലിക്കുക. പിന്നെ ലെഫ്റ്റിലോട്ട് തിരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻസ് പിടിച്ച് ഇങ്ങനെ ഇതിങ്ങോട്ട് വലിക്കുക, റൈറ്റിലോട്ട് വലിക്കുക. പിന്നെ ഇതിന്റെ ബ്രേക്ക് ഞാൻ നടക്കും, ആശാൻ നടക്കും. അപ്പൊ നിർത്താൻ. ഇത് എല്ലാ കുതിരയ്ക്കും അങ്ങനെ തന്നെയാണോ, അതോ നിങ്ങൾ ട്രെയിൻ നമ്മുടെ കുതിരകൾക്കൊക്കെ ഇതേപോലെ തന്നെയാണ്? മിക്ക കുതിരകളും അങ്ങനെ തന്നെ മലയാളികൾ. അപ്പോൾ അടിപൊളിയാണ്. ഞാൻ ഒന്ന് പതുക്കെ ഇറങ്ങട്ടെ, ഇനി ഇറങ്ങാൻ ഇവരുടെ സഹായം വേണം. ഇത് കുഷൻ ഇട്ടിട്ട് പിന്നെ ഒരു അതിന്റെ മേളിൽ സീറ്റ് വെച്ച്, ഇതിന്റെ പേര് ബെഡ് എന്നാണ്, ബെഡ്, സാഡിൽ പാഡ് എന്നും പറയും. ഇത് സാഡിൽ, ഇങ്ങനെ സാഡിൽ എന്ന് പറയും. ഫുഡ് ടെസ്റ്റ്, റെയിൻസ്, ബ്രൈഡല്, ഇതിന്റെ ഉള്ളിൽ ഒരു സാധനമുണ്ട്. ഇതാണ് ബ്രേക്ക് വരുന്നത്, കണ്ടോ? ഇതാണ് ബ്രേക്ക് വരുന്നത്. എല്ലാ കുതിരയ്ക്കും വ്യത്യാസം. ഇതിന്റെ ബിറ്റ് എന്ന് പറയും. ഇതിലാണ് നമ്മളെ മൊത്തം കൺട്രോൾ ഇരിക്കുന്നത്. രണ്ട് കാലും പിടിക്കുക.
ഈ ഇറങ്ങിട്ട് വേണം എടുക്കാൻ. ഇതിന്ന് പിടിക്കണോ? രണ്ടീന്ന് പിടി. ആ കാല് കാലിന് നേരെ ഫ്രണ്ടിലോട്ട് വരും. ചാടാൻ നിൽക്കണ്ട, പതുക്കെ അങ്ങോട്ട് ഇറങ്ങിക്കും. നീ കുറച്ചേരം ഞാൻ മറ്റേ ബൈക്ക് പോലെ ഇറങ്ങാൻ കുറച്ചേരം കുതിര എടുത്ത് അതുപോലെ ഇറങ്ങാം. നമ്മളൊക്കെ അതുപോലെ ഇറങ്ങാറ്, പക്ഷെ ഫസ്റ്റ് തന്നെ ചേട്ടൻ വരില്ല. അങ്ങോട്ട് കയറുന്നു, അങ്ങോട്ട് കയറുന്നു. നിനക്ക് അടുത്തേക്കുണ്ടോ ബസ്? എന്താ ഒന്ന് പേടിക്കണ്ട. കൈ വായിലിട്ട് കഴിഞ്ഞാൽ അടിക്കില്ലേ? നിങ്ങോട്ട് നോക്കിയ ബസ് അടിപൊളി. ഇങ്ങനെയൊക്കെ മതി മതി, ഇത്ര സ്നേഹം മതി. ഞാൻ ഏട്ടൻ കയറിയപ്പോൾ ഞാൻ ആകെ പേടിച്ചു. ഈ ഊട്ടിയിലൊക്കെ അങ്ങനെയല്ലേ, ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകല്ലേ, ഇവര് പിടിക്കലൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു കുതിര ശരിക്കും ഓടുന്നൊക്കെ, പക്ഷെ ഇല്ല കേട്ടാ. ഇല്ല. പിന്നെ നമ്മള് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മലയാളികൾ പഠിപ്പിക്കുന്ന നമ്മളുടെ കുറച്ച് ആംഗ്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ പ്രാവശ്യം ഓടിക്കുമ്പോൾ പേടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ വഴിക്ക് വരില്ല. ഇത് നല്ല പട്ടിക്കുട്ടിയൊക്കെ നമ്മുടെ കൂടെ ഇണങ്ങത്തില്ലേ, അതേപോലെ ആണെങ്കിൽ ഇവരുടെ ട്രെയിനിങ് കൊള്ളാട്ടാ. എന്തായാലും കുതിരേനെ ഇങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്തല്ല. അപ്പൊ ചേട്ടന്റെ പേര് അരുൺ. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ചേട്ടനാണ്. ഇരിഞ്ഞാലക്കുടയിലാണ് സ്ഥലം. ഹീര റൈഡിങ് സ്കൂൾ. ചേട്ടന്റെ മൊബൈൽ നമ്പർ അടിയിൽ കൊടുക്കുന്നുണ്ട്. ദേ ഇവിടെ 3 കുതിരകളുണ്ട്. നമുക്ക് ആ കുതിരയുടെ അടുത്തേക്ക് പോവാം. ചേട്ടാ, ഈ റൈഡിങ് സ്കൂളിൽ എത്ര പേര് പഠിക്കുന്നുണ്ട്? ഇപ്പോ 9 പേരുന്നുണ്ട്. രാവിലെ 3 പേര്, ഉച്ചതിരിഞ്ഞ് 4 പേരുണ്ട്. പിന്നെ ഞങ്ങൾ ട്രെയിനേഴ്സ് എല്ലാ ദിവസവും ഉണ്ടാവും. ഒരു 4-5 പേര് കൂടി ഉണ്ടാവും, എല്ലാ ദിവസവും ഉണ്ടാവും. ഓക്കെ ഓക്കെ. എത്ര നാളായി തുടങ്ങിയിട്ടത്? ഞാൻ ആക്ച്വലി ഒരു 8 വർഷത്തോളമായി കുതിരയും അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും. ജോലി ഉണ്ടായിരുന്നു വേറെ, എന്നാലും ഇതിനൊരു ക്രേസ് നമ്മൾ ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അല്ല, ഇവിടെ തുടങ്ങിയിട്ട് 2 മാസം. ഇതാണ് ഹീര. ഫീമെയിലാ? ഹീര പേരങ്ങനെ കൊടുത്തിട്ടുണ്ടോ? ഇവളുടെ പേരിലാണ് നമ്മൾ അക്കാഡമി തുടങ്ങിയിരിക്കുന്നത്. ഏത് പുതിയ കുട്ടി വന്നാലും ഇതിലെ തുടങ്ങാം നമ്മള്. കാരണം അത്രയും ഒബീഡിയന്റ് ആണ്, കുട്ടികളെ നന്നായിട്ട് കെയർ ചെയ്ത് കൊണ്ടുപോകുള്ളൂ, തട്ടിയിടില്ല. അപ്പോൾ ഇവിടെ പഠിച്ച് ട്രെയിൻ ആയി കഴിഞ്ഞാലാണ് നമ്മൾ മറ്റുള്ള കുതിരകളിലേക്ക് മാറുള്ളൂ. ചേട്ടന്റെ പേര് അഖിൽ. അഖിൽ ഇരിഞ്ഞാലോടെ തന്നെ. എല്ലാരും ഇരിഞ്ഞാലോടക്കാരാട്ടാ. ഞാൻ 2 ദിവസമായാലും വന്നിട്ട് ഇപ്പൊ പഠിക്കണുള്ളൂ. ആണാ? 1ാം ക്ലാസ്സിൽ ഒരു കുട്ടി പഠിക്കുന്നുണ്ട് ഇവിടെ. ഇന്ന് വന്നിട്ടില്ല അവര്, ഇന്നലെ വരെ ഉണ്ടായിരുന്നു. പഠിക്കാൻ സുഖമാണ്. പഠിക്കാൻ 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഒരുപാട് സമയം എടുക്കും, പക്ഷെ അവരുടെ മസിലൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് വരാനായിട്ടുള്ള ടൈം എടുക്കും. 5ാം ക്ലാസ് തൊട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മൾ പറയുന്നതും കുട്ടികൾക്ക് മനസ്സിലാവും. കുതിരയുടെ പുറത്തിരിക്കുമ്പോഴുള്ള മസിൽ ബാലൻസും എല്ലാം ക്ലിയർ ആവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5ാം ക്ലാസ്സെങ്കിലും ആവണം. പിന്നെ എത്ര വയസ്സ് വരെയാലും കുഴപ്പമില്ല. അപ്പൊ എത്ര നാൾക്കുള്ള കോഴ്സ് അങ്ങനെയായിട്ടാണ്? നമ്മളൊരു ഒറ്റ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ലോങ് ആണ് ഇവിടെ. അതായത് ഒരു അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ 8,000 നമ്മൾ വാങ്ങിക്കുന്ന ഫീം. അപ്പോൾ അതിൽ പഠിച്ച് മതിയായി എന്നിട്ടും വേണമെങ്കിൽ പിന്നെയും വരാം. നിങ്ങൾക്ക് എന്നോ റൈഡ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുള്ളപ്പോൾ അന്നൊക്കെയും വന്നിവിടെ റൈഡ് ചെയ്ത് പോവാം. 1 ടൈം പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അഡീഷണൽ മന്ത്ലി ആയിട്ടൊന്നുമല്ല നമ്മൾ വാങ്ങിക്കുന്നത്. ഒറ്റ പേയ്മെൻറ്റിൽ ലൈഫ് ലോങ്. ഇത് കുതിരേനെ വാങ്ങണമെങ്കിൽ എന്താണ് നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കൂ? സെയിലില്ല, നമ്മൾ പരമാവധി സെയിലിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ആൾക്കാരാണ്. പിന്നെ നല്ല കുതിരകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഗൈഡ് ചെയ്ത് കൊടുക്കും, ഇന്ന സ്ഥലത്തുണ്ട് ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞിട്ട്. കുട്ടികളാണോ പെട്ടെന്ന് പഠിക്കുക, അതോ കുറച്ചും കൂടി മുതിർന്നവരാണോ പഠിക്കുക? അങ്ങനെ ഒരു കൺസെപ്റ്റ് അല്ല ഇതില്. മനസ്സിലുള്ള ഇൻട്രസ്റ്റ് ആണ് ഇതിന്റെ. അത്രയാണോ എനിക്ക് പഠിച്ചാൽ ഒരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരിക്കും, ഒരു അംബിഷൻ ഉണ്ടായിരിക്കും കുതിരനെ ഓടിക്കണൊക്കെ എന്നൊക്കെ ഉള്ളത്. അങ്ങനെയുള്ളൊരു അത്രയും അടക്കാനാവാത്ത ആവേശം കൊണ്ടു നടക്കുന്നവർ പെട്ടെന്ന് പഠിക്കും. ഒരു 5 ദിവസം കൊണ്ടൊക്കെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ഒട്ടും താല്പര്യമില്ലാത്തവരെ നമുക്ക് 1 മാസം 2 മാസം, താല്പര്യം ഇല്ലെങ്കിൽ പഠിക്കൂല അവര്. അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് ഇതിന്റെ കാര്യങ്ങൾ പോകുന്നത്. ഇത്തിരി ബുദ്ധിമുട്ടാണ് പഠിച്ചെടുക്കാനായിട്ട്. ഇത് മെക്കൻസി, അത് ഹീര, അത് സിദ്ധു. ഓക്കെ. അപ്പോൾ ഈ റൗണ്ടിലാണല്ലേ അവരോടും ഈ റൗണ്ട് തെറ്റാതെ ഈ വൈറ്റ് ലൈനിൽ മാത്രമേ അവർ ഓടുള്ളൂ. നമ്മൾ അങ്ങനെയാണ് അവർ ട്രെയിൻ ചെയ്തിപ്പിച്ചത്. സാധാരണ പറയും ഈ കുതിര സവാരിയൊക്കെ ആൺകുട്ടികൾക്കേ പറ്റുള്ളൂന്നൊക്കെ. അതൊന്നല്ല കേട്ടോ. ചുണക്കുട്ടികളെ ഒരു പെൺകുട്ടി വോളണ്ടിയർ ചെയ്തിട്ടുണ്ട് കുതിര സവാരിക്ക്, ഡിഗ്രിക്ക് അല്ലേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ക്ലാസ് ആണ് ആളുടെ. എന്താ പേര്? അൽസ. അപ്പം അൽസ ആദ്യമായിട്ട് ഹീരമ കയറുവാണ്. നമ്മൾ ഈ വലിയ സൂപ്പർ ബൈക്ക് ഒന്നും വാങ്ങണ്ട, ഇങ്ങനെ ഒരു കുതിര വാങ്ങിച്ചിട്ട് റോട്ടിൽ കൂടെ ഒക്കെ ഓടിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും നോക്കും. ഞാൻ കയറാഞ്ഞത് ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ടും പിന്നെ എനിക്ക് ജന്മനാ ഉള്ള ആനിമൽസിനോടുള്ള പേടി കൊണ്ടുപോവാണ് കേട്ടോ. അപ്പം അവളെ മതിലുമ കയറ്റിയിട്ടാ. കുട്ടിക്ക് അധികം പൊക്കമില്ലാത്തത് കൊണ്ടേ. പക്ഷെ പൊക്കമില്ലാത്തതൊന്നും ഇതിനൊരു പ്രശ്നമേ അല്ല. ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ടാണ്. ഇടന്ന് അവിടെ സിദ്ധുവിനെ ട്രെയിൻ ചെയ്യാണ്.
ഏടാ ഈ കുതിരേനെ കണ്ടപ്പോൾ തൊട്ട് എനിക്കും റൈഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇതൊക്കെ കഴിയട്ടെ, എന്നിട്ട് ഞാനും വരും ഇവിടെ. ഈ കുതിര എങ്ങനെയാ, പുതിയ ആളാണെങ്കിൽ സ്പീഡ് വരില്ല, നടക്കുള്ളൂ. അപ്പൊ ഞങ്ങളൊക്കെ കയറി കഴിഞ്ഞാൽ ഇരട്ടി സ്പീഡ് എടുക്കുള്ളൂ. നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ലല്ലേ? ലെഫ്റ്റ് എടുക്കും. ആ പോട്ടെ പോട്ടെ, കാലുകൊണ്ടൊന്ന് കിക്ക് ചെയ്ത് കൊടുത്ത് ലൂസാക്കി കൊടുക്കും, ബ്രേക്ക് ലൂസാക്കാം. ഓക്കെ ചേട്ടാ, ഈ ഹോഴ്സ് റൈഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചേട്ടൻ ആദ്യം തന്നെ എങ്ങനെയാണ് തുടങ്ങിയത്? എവിടെ നിന്നാണ് ഈ കുതിരേനെയൊക്കെ മേടിച്ചത്? ഇൻസ്റ്റിറ്റ്യൂട്ട് ആ ലെവലിൽ നമ്മൾ എത്തിയിട്ടില്ല. ഒരു സ്കൂളായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുതിരേനെ നമ്മൾ എടുത്തത് പാലക്കാട് തത്തമംഗലം ഗൗതം എന്ന് പറഞ്ഞിട്ട് ആളുടെ ഡീലറുണ്ട്, അവിടെ നിന്നാണ് എടുത്തത്. പിന്നെ ഇതൊരു 2017 ഈ കുതിരേനെ നമ്മൾ മേടിച്ചത്, ഹീരേനെ വാങ്ങിച്ചത്. ബാക്കി ഇപ്പോൾ ഒരു കുതിര ഇവിടെ പഠിച്ചു പോയ ഒരു കുട്ടി അവർ വാങ്ങിച്ചതാണ്. പിന്നെ ആ ബാക്കിൽ ഓടുന്നത് ഒരു സ്കൂളിൻ്റെ കുതിരയാണ്, മാള ഹോളി ഗ്രേസ് സ്കൂളിൻ്റെ കുതിരയാണ്. അപ്പോൾ നമ്മളെ ബോർഡിങ്ങിന് വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചേക്കുന്നതാണ് ഒരു 2-3 മാസത്തേക്ക്. അപ്പോൾ ഇപ്പോൾ ഈ സ്കൂളിലേക്ക് തുറക്കുമ്പോഴാണ് അവിടെ സ്റ്റുഡൻസ് വരുള്ളൂ. അപ്പോൾ അതുവരെ അവൻ ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാൾ ജോലിയൊന്നും ഇല്ലാണ്ടായപ്പോൾ തോന്നിയൊരാശയാണ് നമ്മൾ ഇങ്ങനൊരു സ്കൂളായിട്ട് കൺവേർട്ട് ചെയ്തത്. 2017 ഹീരേനെ മേടിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരെ എവിടെയായിരുന്നു കെട്ട് സ്റ്റേബിളൊക്കെ എവിടെയാ? ഇവര് സ്റ്റേബിൾ എന്ന് പറയുന്നത് ഇവിടെ നമുക്കൊരു 400 മീറ്റർ അപ്പുറത്ത് നമുക്കൊരു ചെമ്പശ്ശേരി ഡയറി ഫാം ഉണ്ട്. ഇപ്പോൾ ജോസാട്ടിൻ്റെയാണ് ഹീരായിരുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ വൈകുന്നേരം ഒരു ഫാമുണ്ട്, ഡയറി ഫാമുണ്ട്. അവിടെയാണ് നമ്മൾ ഇവരെ സ്റ്റേബിൾ വരുന്നത്, കുതിരലായ എന്ന് പറയില്ല. അവിടെയാണ് വൈകുന്നേരം ഇവരെ അക്കോമഡേഷൻ ഇവർക്കുള്ളത്. ഞാനൊരു 2012 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഒരു 8 വർഷത്തോളമായി കുതിരയും അങ്ങനെ ജോലിയും കുതിരയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതൊരു ക്രേസ് ആയതുകൊണ്ട് ഇതും ഹോൾഡ് ചെയ്ത് നടക്കണം. ദുബായിലെ രാജാവ് പുലിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനെ ട്രെയിൻ ചെയ്യാൻ പോണത് കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്നുള്ള ഒരു ചേട്ടനാണ്. അതേപോലെ എന്താ നമുക്ക് ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് ഉണ്ടോ? അപ്പൊ ഈ പറഞ്ഞ ആള് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്, ചേലൂരുണ്ട് ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞിട്ട് ഈ പുലിനെ ചീറ്റനെ ട്രെയിൻ ചെയ്യിച്ചത്. ദുബായ് രാജാവിന്റെ അല്ലേ? ദുബായ് ഏത് കൺട്രി? ഗൾഫിലെ അതോ തൊട്ടടുത്ത് തന്നെയാണ്, നമ്മുടെ ഒരു ഫ്രണ്ടും കൂടിയിട്ടാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർക്കാർക്ക് കൊമ്പ്, ആന എല്ലാവരും ഡൈവേർട്ട് ചെയ്ത് കുതിരയാക്കി. പിന്നെ എനിക്ക് ശിഷ്യന്മാരുണ്ട്, അവരെല്ലാവരും ഇതിന്റെ ഒരു എക്സ്പേർട്ടുകളായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഇത്തിരി ധൈര്യം വേണം നമുക്ക് ഈ കാര്യങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ. പേടിയുള്ളവർക്കൊന്നും അധികം നമുക്ക് റെക്കമെൻഡ് ചെയ്യണമില്ല, അത്രയും പേടിയുള്ളവരെ. തൃശ്ശൂർ പൂരം നടക്കുകയാണെങ്കിൽ ആനയ്ക്ക് വേണ്ടി എന്തിനും തയ്യാറായി കുറേ ആൾക്കാർ തൃശ്ശൂരുണ്ട്. പിന്നെ ആന മരിച്ചു കഴിഞ്ഞാൽ കരയണതല്ലേ, ചരിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു മൃഗങ്ങളെ ട്രെയിൻ ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നത് തൃശ്ശൂരുകാർ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള സ്ഥലം. ഞാൻ അഹങ്കാരത്തോട് പറയില്ല, അങ്ങനെ ഒരു ഇത്. ചേട്ടൻ എവിടെ നിന്നാണ് ട്രെയിനിങ് എടുത്തത് ഹോഴ്സ് റൈഡിങ്ങിന്? എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പഠിപ്പിച്ചു തന്നത് തന്നെയാണ്. ഡിറ്റോ എന്ന് പറയും, ഇരിഞ്ഞാലക്കുട ഉള്ളതാണ്. അപ്പോൾ ഡിറ്റോ ആണ് എനിക്ക് പഠിപ്പിച്ചു തന്നത്. പിന്നെ നമ്മളിതിൻ്റെ പഠിപ്പ് എന്ന് പറയുന്നത് എത്ര വർഷം ഇതിൻ്റെ പുറത്തിരുന്നു, ഇതിൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കി നമ്മൾ ഓടിക്കുന്നു. ഓരോ ദിവസം ഓരോ പുതിയ എക്സ്പീരിയൻസാണ്. നമുക്കൊരിക്കലും കുതിര എന്നൊരു അനിമലിനെ നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല, അൺപ്രെഡിക്റ്റബിൾ അനിമലാണ്. എപ്പോഴെന്താണ് അവർ ചിന്തിക്കാമെന്ന് നമുക്ക് ഒരു പിടുത്തം കിട്ടില്ല. അപ്പോൾ എപ്പോഴും അലേർട്ടായിരിക്കണം നമ്മൾ. വീഴ്ത്തില്ല, തട്ടിയിട്ടില്ലെങ്കിലും അലേർട്ടായിരിക്കണം. ചിലപ്പോൾ ഈ ഓടിക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക പടക്കാകുണ്ടോ പൊട്ടി ഇവർ ഇങ്ങനെ ഒന്ന് ജർക്ക് ചെയ്യും. അപ്പോൾ പുറത്തിരിക്കുന്ന ആൾ അപ്പോൾ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ താഴെ വീഴും. അപ്പോൾ അലർട്ട് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് കുതിര എന്നുള്ള റൈഡിങ്ങിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. ചേട്ടാ, ഈ കുതിര സവാരി പഠിക്കാൻ ഇപ്പോൾ ഒരാൾ വരികയാണെങ്കിൽ അവരുടെ ടൈമിംഗ് പറയാം. രാവിലെയും വൈകിട്ടുള്ളത് രാവിലെ 7 തൊട്ട് ഒരു 9 മണി വരെ, പിന്നെ വൈകിട്ട് ഒരു 4 തൊട്ട് ഇരുട്ടാവണ വരെ. അതാണ് നമ്മൾ ടൈം കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് വന്ന് തീർക്കുമെന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. ടൈം ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വന്നാൽ മതി. നമ്മളിവിടെ റെഡിയാണ് എല്ലാ കാര്യങ്ങളും. ഞാനൊരു അബദ്ധം കാണിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുതിരയുടെ ബാക്ക് സൈഡിൽ കൂടെ തൊടാൻ നോക്കി. അപ്പോൾ ബാക്ക് സൈഡിൽ കൂടെ തൊടുമ്പോൾ ഇത് വന്നൊരു തട്ട് കിട്ടും, കിക്ക് ചെയ്യും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഫ്രണ്ടിൽ വന്നിട്ട് തൊടുമ്പോൾ യാതൊരു പ്രശ്നമില്ല കുതിരയ്ക്ക്. എത്ര നാളായി? 2 വർഷമായി. ഇതെടുത്തിട്ട് എങ്ങോട്ടെങ്കിലും ദൂരേക്ക് പോയിട്ടുണ്ടോ? ദൂരെന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു തവണ ഇരിഞ്ഞാലക്കൂടെയൊക്കെ പോയിട്ടുണ്ട്. ആണോ? അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ അത്ഭുത ജീവി പോലെ നോക്കിയില്ലേ? പ്രത്യേക ഒരു ഫീലാണ്. നമ്മളൊരു നല്ലൊരു ബൈക്കിലോ നല്ലൊരു കാറിൽ പോകുന്നേക്കാൾ ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര സന്തോഷം കിട്ടുന്നൊരു സംഭവമാണ്. പിന്നെ ശരീരത്തിനും ഭയങ്കര ഒരു എനർജി വരും. ഞാൻ ഒരു ഫംഗ്ഷനൊക്കെ പോയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പോന്ന് അവിടെ വന്ന് ഇറങ്ങി പിന്നെ
മെക്കൻസിനെ അവിടെ കെട്ടിയിട്ടു. മെക്കൻസി എന്നുള്ള പേര്. ഇനിയിപ്പോൾ കെട്ടിയിട്ടില്ല, അവിടെ നിൽക്കാൻ പറഞ്ഞാൽ അവൾ അവിടെ നിന്നോളൂ. നല്ല അനുസരണയുള്ള ആളുകൾ. ഇതിൽ ഞാൻ മോനെ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാ. അവനെ പഠിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ എൻ്റെ ചെറുപ്പകാലത്തിലത്തെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. ജീവിതത്തിൽ നടക്കാതെ പോയ ഒരു സ്വപ്നമായിരുന്നു ഒരു കുതിര ഓടിക്കുക എന്നുള്ളത്. അതല്ല, ചെറുപ്പകാലത്തിൽ അച്ഛനമ്മയൊക്കെ പഴനിയിൽ കൊണ്ടുപോയപ്പോൾ അന്ന് മനസ്സിൽ കയറിയതാ കുതിരപ്പുറത്ത് കയറണം, ഓടിക്കണം എന്നൊക്കെ. പക്ഷെ സാധിച്ചില്ല. 45 വയസ്സ് കാത്തിരിക്കേണ്ടി വന്നു. മകനെ പഠിപ്പിക്കാൻ കൊണ്ടുവന്നതാ. അപ്പം ഞാൻ എൻ്റെ ആഗ്രഹം അരുണിനോട് പറഞ്ഞു. അരുൺ പറഞ്ഞു കുഴപ്പമില്ല, കയറിക്കോ, പഠിക്കാൻ പറ്റുന്നു. അങ്ങനെ അരുണിൻ്റെ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ കയറിയത്. അതെ, ജീവിതത്തിലെ വലിയൊരു എന്താ പറയുക, നമ്മുടെ ഒരു ആഗ്രഹം സാധിക്കലായി. അതെ, ജീവിതത്തിൽ സാഫല്യമായി. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ എന്താഗ്രഹം ഉണ്ടെങ്കിലും അത് അപ്പനെ സാധിക്കുക മരിക്കുന്നതിന് മുമ്പ് അല്ലേ. അങ്ങനെ മോൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും ഒരു കുതിരനെ വാങ്ങിക്കാന്ന് വിചാരിച്ചു. എത്രയാടാ? അപ്പോൾ ഇതിന് ഞങ്ങൾ അവിടെ അന്തിയൂര് പോയിട്ടല്ലേ പഠിച്ചത്. 1.25 ലക്ഷം രൂപ അല്ലേ. ചേട്ടൻ ഈ കുതിരേനെ വാങ്ങാൻ പോയപ്പോഴേ ഒരു ലക്ഷണങ്ങളൊക്കെ ഇല്ലേ? നമ്മളിപ്പോ പശുവിനെ വാങ്ങാൻ പോയാലും അതിനനുസരിച്ചിട്ടല്ലേ വാങ്ങണം. ഏറ്റവും വലിയ ലക്ഷണം കുതിരയ്ക്കുണ്ട്. 5 തവണയെങ്കിലും ഞങ്ങൾ പാലക്കാട് പോയിട്ടുണ്ട് കുതിരേനെ വാങ്ങാൻ. തത്തമംഗലത്ത് അങ്ങനെ 1-2 സ്ഥലങ്ങളിലുണ്ട്. പക്ഷേ ഞങ്ങളുടെ മനസ്സിനാണെങ്കിൽ ഒരു കുതിരേനെ കിട്ടിയില്ല. അരുൺ പറഞ്ഞു വേണ്ട, ലക്ഷണമൊത്തതായിട്ടില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവളെ എടുക്കാൻ വേണ്ടിയിട്ട് അന്തിയൂര് പോയി. അന്തിയൂര് ഒരു 10-700ഓളം കുതിരകളുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് നമ്മുടെ വിലയ്ക്കും നമ്മുടെ മനസ്സിനിണങ്ങിയതും ലക്ഷണങ്ങളൊക്കെ ഒത്തൊരു ആളെ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നു. അത് പൂള് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് 2 വർഷമായി. വെള്ള കുതിരേനെ സെയിലിന് വെക്കാറുണ്ടോ? വെള്ള കുതിരേനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. നോക്കാനൊക്കെ ബ്രഷിങ് ഡെയിലി വേണം, കുളിപ്പിക്കണം. പിന്നെ ആ ഒരു ചാണകത്തിലൊക്കെ ഇടുന്ന കഴിഞ്ഞാൽ അവരെ സ്റ്റേബിളിൽ കിടുന്ന മഹാവൃത്തിയോടായിരിക്കും. വിലയും വിലയും ഏകദേശം ഒരു 3 രൂപയൊക്കെ ആയിട്ട് കിട്ടും തോന്നുന്നു. പക്ഷേ നോക്കാൻ ഭയങ്കര പാടാണ്. ഈ കുതിര ചേട്ടന്റെ വീട്ടിലാണോ സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നത്, അത് ചെമ്പകശ്ശേരിയിലാണോ? നമ്മുടെ വീട്ടിൽ സ്റ്റേബിൾ ഉണ്ട്. എന്തൊക്കെയാണ് ഫുഡ് കൊടുക്കുന്നത്? ഇവർക്ക് കൂടുതലും ഇപ്പോൾ മെക്കൻസിക്ക് കൊടുക്കുന്ന മണ്ണുത്തി വെറ്റിനറി കോളേജിൽ റെഡിമെയ്ഡ് ഫീഡ് ഉണ്ടാക്കുന്നുണ്ട് കുതിരയ്ക്ക് വേണ്ടിയിട്ട് മാത്രം. അതാണ് ഇവൾക്ക് കൊടുക്കുന്നത്. പിന്നെ ഹീര സിദ്ധുനയ്ക്കും മെയ്സ് ചോളത്തോട് അതിൽ കടല പയറൊക്കെ പുഴുങ്ങിയിട്ടുള്ള ഒരു ന്യൂട്രീഷൻ ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു മാസം ഒരു കുതിരേനെ മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് എത്ര ഫുഡിന് മാത്രം ചെലവ് എത്രയാണ് ഏകദേശം? ഇപ്പോൾ മെക്കൻസിക്ക് ഇപ്പോൾ ഒരു 5 കിലോ ഫീഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ എത്ര കിലോ കൊടുക്കുന്ന സജീവ? 5-6 കിലോ. 5 കിലോ. 1 കിലോ ഫീഡിന് 29 രൂപ റേറ്റ് വരുന്നത്. 30 കണക്കാക്കിയാലും 150 രൂപയുടെ എക്സ്പെൻസ് ആണ് ഒരു കുതിരയ്ക്ക് നമുക്ക് ഏകദേശം വരുന്നത്. അത്ര വരുന്നുള്ളൂ ഒരു മാസം ദിവസം. അപ്പോൾ ഇൻറ്റു 30 150 100 തൊട്ട് നമുക്ക് തുടങ്ങും. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ പരമാവധി പച്ചപ്പുല്ല് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ മറ്റേ ഫുഡ് ഒന്ന് ഇച്ചിരി കുറയ്ക്കാം. എന്നാലും നേരെ നോക്കിക്കോ, കുതിരകൾക്കാർക്ക് ക്ഷീണങ്ങളൊന്നും ഇല്ല, നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുന്നുണ്ട് എല്ലാവരും. അങ്ങനെ അത്യാവശ്യം ഓടിച്ചാൽ മതി അല്ലേ? ഓടിക്കണം. അതായത് മസ്റ്റായിട്ടും റൈഡ് ചെയ്യണം, അവർക്ക് എക്സസൈസ് കൊടുക്കണം. ഒന്നില്ലെങ്കിൽ ഓടിക്കാൻ നമുക്ക് സൗകര്യങ്ങൾ അങ്ങനെയുള്ളൊരു വാങ്ങിക്കുമല്ലോ ഉള്ളൂ. അപ്പോൾ ഓടിക്കാൻ ഇന്ന് പറ്റിയില്ല നാളെ പറ്റിയില്ല, കുതിരനെ കൂട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഗ്യാസ് അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങളുള്ള കയറിൽ പറമ്പിൽ ഇങ്ങനെ കെട്ടിയിടുക, അവരവിടെ നടന്നോളും, അവർക്ക് എക്സസൈസ് അവർ ചെയ്തോളും, കിടന്നുറുണ്ട് റോൾ ചെയ്ത് അവരുടെ ആവശ്യമുള്ള എനർജി അവർ കത്തിച്ച് കളഞ്ഞൊക്കെ ചെയ്തോളും. ലൈസൻസ് ഞാൻ അന്വേഷിച്ചു, ലൈസൻസ് ഒന്നും ഇതുവരെ അവൈലബിൾ അല്ല. ഞങ്ങൾ ഇപ്പോൾ ഓൾ കേരള ഹോഴ്സ് ഓണേഴ്സ് ഒരു ഫെഡറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. അപ്പോൾ അവരുടെ എല്ലാത്തിലും അന്വേഷിച്ചപ്പോൾ ഇവിടെ പഠിച്ചു പോയൊരു കുട്ടിയാണ് തൃശ്ശൂരിൻ്റെ ഹെഡ്, അതിൻ്റെ ഡാനി എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റുഡൻ്റ്, അവരുടെയും സപ്പോർട്ടുണ്ട്. ലൈസൻസ് അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവരോട് ചോദിച്ചു. അപ്പോൾ അവർക്കും അങ്ങനെ ഇല്ല. അപകടം ഉണ്ടാക്കരുത് ഇത് വെച്ചിട്ട് നമ്മൾ, അതാണ് ഒരു റിക്വയർമെന്റ് ഉള്ളത് നമുക്ക്. പിന്നെ ഈ കുതിരയ്ക്കൊന്നും പറ്റരുത്, ഒന്നും പറ്റരുത്. കുതിരയ്ക്ക് മാത്രമല്ല, പുറത്തിരിക്കുന്നവർക്കും പറ്റരുത്, കുതിരയ്ക്കും പറ്റരുത്, റോട്ടിലിരിക്കുന്നവർക്കും പറ്റരുത്. സേഫായിട്ട് റൈഡ് ചെയ്യണം, അതാണ് നമ്മുടെ ഒരു തിയറി. കുറേ കുട്ടികളുണ്ടാവും പഠിച്ചു കഴിഞ്ഞാൽ റോട്ടിൽ വെച്ചടിച്ച് പോണത്. അപകടങ്ങളാണ് ചാൻസ് കൂടുതലാണ്. കാരണം നമുക്ക് ഹോണില്ല, ABS ബ്രേക്ക് ഇല്ല, ഒന്നുമില്ല. ഇതൊക്കെ സ്പീഡിൽ വരുന്ന, വളരെ റോട്ടിലാണെങ്കിൽ വളരെ സ്ലോയിലേ നമ്മൾ ത്രോട്ട് എന്ന് പറയും, ഒരു 20 കിലോമീറ്റർ സ്പീഡ് അത്രയൊക്കെ പോകാൻ പാടുള്ളൂ. ഇപ്പൊ ആ വൈറലായ വീഡിയോ കേരളത്തിൽ നിന്നാണ് അല്ലേ? ഒരു പെൺകുട്ടി ഇങ്ങനെ സ്കൂളിൽ പോണ വീഡിയോ. കൃഷ്ണ മാള ഹോളി ഗ്രേസ് സ്കൂളിലാണ്, മോളെ ഒരു ഗ്രേസ് സ്കൂളിലത്തെ കുട്ടി, തൃശ്ശൂർ. ചേട്ടാ, ഈ കുതിരേനെ എണ്ണ തേപ്പിക്കാറുണ്ടോ? മറ്റേ ജയൻ സിനിമയിലൊക്കെ എണ്ണ തേപ്പിച്ച് കുതിരേനെ നല്ല ഭംഗിയാക്കണ കാര്യേ. അത് എല്ലാവരുടെയും മനസ്സിലും ആ ഒരു ജയന്റെ ശരപഞ്ചയ ആ സിനിമയല്ലേ അത് വരുന്നത്.
എണ്ണ തേപ്പിക്കണമെങ്കിൽ ഇവരുടെ മുടി ഉണ്ടല്ലോ ഹെയർ, അപ്പം അതിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ 2 ഓയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ തേച്ച് കൊടുക്കും. ബോഡിയുടെ മെയിൻ പ്രശ്നം ഇപ്പോൾ ഇത് എണ്ണയല്ല ശരിക്കും നമ്മൾ ബ്രഷ് ചെയ്ത് ഇവരുടെ ഓരോ ലെയർ സ്കിന്നും നമ്മൾ കട്ട് ചെയ്ത് കളയുന്നതാണ്. അപ്പോൾ അതൊരു നൈസായിട്ട് നമുക്ക് തോന്നും, എണ്ണയൊക്കെ ഉള്ള പോലെ തോന്നും. എണ്ണയൊന്നും നമ്മൾ പുരട്ടാറില്ല, മുടിയിൽ മാത്രം ഒരു ഇത്തിരി പുരട്ടി കൊടുക്കും. പിന്നെ എണ്ണ പുരട്ടി കഴിഞ്ഞാൽ നമുക്ക് ഗ്രിപ്പ് ഉണ്ടാവില്ല, വഴുക്കി വീഴും നമ്മൾ ഇതിൻ്റെ പുറത്തുനിന്ന്, നമുക്ക് ഒരു പിടുത്തം ഉണ്ടാവില്ല എണ്ണ പുരട്ടി കഴിഞ്ഞാൽ. അപ്പോൾ പരമാവധി എണ്ണയ്ക്ക് നമ്മൾ ഒഴിവാക്കാറുണ്ട്. ഗ്രൂമിംഗ് ആണ്, ബ്രഷ് 2 ടൈപ്പ് ബ്രഷ് ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ഉരച്ച് ഇവരുടെ എല്ലാ സ്കിന്നും ഡെഡ് സ്കിന്നെല്ലാം കളഞ്ഞ് അതുപോലെ ആക്കി എടുക്കണം. എണ്ണ തേക്കാറില്ല നമ്മൾ. ഇതിന് എങ്ങനെ കുളിപ്പിക്കലൊക്കെ? ആഴ്ചയിൽ ഒരു ദിവസമാണ് കുളിപ്പിക്കാൻ വരുന്നത്. അത് മോട്ടർ അടിച്ചിട്ട് നമ്മൾ ഷാമ്പു ചെയ്ത് ഉരച്ച് കളഞ്ഞ് നല്ല നീറ്റാക്കിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം. ഇതിക്ക് സെപ്പറേറ്റ് ഷാമ്പു ഉണ്ടോ? കുതിരകൾക്ക് സെപ്പറേറ്റ് വരുന്നുണ്ട്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഷാമ്പുക്ക് യൂസ് ചെയ്താൽ മതി, എന്തെങ്കിലും സ്കിൻ ഡിസീസസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം. ഇല്ലെങ്കിൽ നോർമൽ വെറുതെ വെള്ളം വെച്ചിട്ട് ഉരച്ച് കളഞ്ഞാൽ മതി. നമുക്ക് അങ്ങനെ മസ്റ്റ് അല്ല ഷാമ്പൂയിങ് ഒന്നും. ഈ മുടിയിൽ എന്താ വെളിച്ചെണ്ണയാണോ സാധാരണ? അല്ലല്ല, ഞാനിപ്പോൾ പറ്റുന്ന എന്തെങ്കിലും ഒരു താരൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ദന്തപാല എന്ന് പറയും, ഒരു ഓയിലുണ്ട് നമ്മുടെ നാട്ടുമരുന്നാണ്, അതും നവരത്ന തൈലുണ്ടല്ലോ, ഇത് 2 കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇവരുടെ മുടിയിലേക്ക് തേച്ച് കൊടുക്കുന്നത്. താരനൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും. മുടിയിൽ തേച്ച് കൊടുത്തിട്ട് വെറുതെ കഴുകാണ്? അല്ല, അതിങ്ങനെ വെറുതെ ഇവിടെ ഇങ്ങനെ നമ്മൾ തലയിൽ മസാജ് ചെയ്യില്ല, അതുപോലെ ഒന്ന് മസാജ് ചെയ്തിട്ട് അങ്ങനെ വിട്ടുള്ളൂ, മുടിയിൽ മാത്രം. അപ്പൊ ഈ വാലിന്റെ രഹസ്യം? വാലിന്റെ രഹസ്യം അവരുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കുതിരയ്ക്കുള്ളൊരു ഗുണമാണ് വാലിന്റെ ഒരു പ്രത്യേകത. മെക്കൻസിയുടെ വാല് നല്ല ഭംഗി കാണാനായിട്ട്, അത്രയും വാല് ഭംഗി ഹീരയ്ക്കില്ല. എന്നാലും ഇവരുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഇതാണ്. മുടിക്ക് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, കുളിപ്പിക്കുമ്പോൾ വെറുതെ ഒന്ന് വെള്ളം വെച്ചിട്ട് ബ്രഷ് ചെയ്ത് വിടും, അത്ര മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഞാനിപ്പോൾ കണ്ടതിൽ വെച്ചിട്ട് കുറേ കുതിരകൾ ഉണ്ടാവും കേട്ടോ, ഞാൻ അത് പറയുന്നതല്ല. ഈ മെക്കൻസിയുടെ വാലിനൊരു പ്രത്യേകത ഉണ്ട്, ഇത്രയും ഒരു തിക്കായിട്ടുള്ള ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷേ ഇവിടെയുള്ള എല്ലാ കുതിരകളിലും വെച്ചിട്ട് ഏറ്റവും നല്ല ഒരു വാലാണ്, ഭംഗിയുള്ള വാലാണ് മെക്കൻസിയുടെ വാല് വരുന്നത്. അത് ഫേമസ് ആണ് ഞങ്ങളുടെ ഇടയിൽ തന്നെ. ഈ വാല് ഞങ്ങൾ പറയും, ഇവളുടെ അത്ര ഭംഗിയുള്ള വാല് ഞങ്ങളുടെ കുതിരകൾക്കൊന്നുമില്ല. ചേട്ടാ, എന്താണ് ഈ മെക്കൻസി എന്നുള്ള പേരിടാൻ കാരണം? അത് മോന്റെ ഇഷ്ടമാണ്, മോളും മോനും കൂടിയിട്ടാണ് ഇട്ടത് അങ്ങനെ ഒരു പേര്. വെറൈറ്റി പേരല്ലേ? ഈ റൈഡിംഗ് സ്കൂളിൽ എന്തിനാ ഹീര എന്ന് പേരിട്ടേക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാർട്ടിങ് ഏത് കുട്ടി പുതിയത് അഡ്മിഷൻ എടുത്താലും ഹീരയുടെ പുറത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടേ നമ്മൾ ബാക്കി എല്ലാ കുതിരകളിലേക്ക് മാറുള്ളൂ. കാരണം അത്രയും കെയർ ചെയ്ത് പോകുന്ന ഒരു കുതിരയാണ്. അപ്പോൾ കുട്ടികൾ തട്ടിയിടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവളുടെ പേരിൽ തന്നെ നമ്മൾ അക്കാഡമി തുടങ്ങിയത്. കാരണം അവളുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് നമുക്ക് പുതിയ അഡ്മിഷനൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഇവരൊക്കെ ഇത്തിരി സ്പീഡുള്ള ആൾക്കാരാണ്. ഒരു 2 ആഴ്ച ഒന്നും കഴിയാണ്ട് ഇവർ പുറത്ത് കയറി കഴിഞ്ഞാൽ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം അത് സേഫ് ആയിട്ടുള്ളൊരു കുതിര ഹീര, അപ്പോൾ അതങ്ങനെ ഇട്ടു. പിന്നെ കുതിരയുടെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുതിരയുടെ പേരിനുള്ള ഇമ്പോർട്ടൻസ് എത്ര വരെ നമുക്ക് ഇന്ത്യയിൽ ഉണ്ട് എന്നറിയണമെങ്കിൽ, ചേട്ടൻ ബജാജ് കമ്പനി കേട്ടുണ്ടോ? ബജാജ് കമ്പനിയുടെ സ്കൂട്ടർ കേട്ടുണ്ടോ, ചേതക്ക്? അവരെന്തിനാ പേരിട്ടെന്നറിയോ ചേതക്ക്? ഇന്ത്യയിലത്തെ ഒരു രാജാവ് ഉണ്ടായിരുന്നു, മഹാറാണ പ്രതാപ് സിംഗ് എന്ന് പറഞ്ഞിട്ട്. അവൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കുതിരയുടെ പേരായിരുന്നു ചേതക്ക്. അപ്പോൾ ബജാജ് കമ്പനിക്കാർ അത് ചേതക്ക് ഭയങ്കര ഫേമസ് കുതിരയാണ്. അപ്പോൾ ആ ഒരു പേര് ഇവർ കോപ്പി ചെയ്തിട്ട് ഇവരുടെ സ്കൂട്ടറിന് ചേതക്ക് ഭയങ്കര ഹിറ്റായി. അപ്പോൾ കുതിരയുടെ പേരുകൾക്കും ഉണ്ടൊരു ഇങ്ങനത്തെ ഒരു പ്രത്യേകതകൾ. സിഫാലസ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതായത് അലക്സാണ്ടറിന്റെ ചക്രവർത്തിയുടെ ലോകം കീഴടക്കിയപ്പോൾ എന്നും കൂടിയുള്ള ഒരു കുതിരയാണ് ബ്യൂസിഫാലസ്. ഇതാണ് ഒരു കാര്യം, ഇഷ്ടമുള്ളവർ അവരുടെ പേരുകൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക, കുതിരകൾ അവർ മാറ്റില്ല. അങ്ങനെ ഒരു കുതിരകൾക്ക് പേരിനും ഉണ്ട് ഒരു പ്രസക്തി. അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി വരുന്നു. കുതിര സവാരിയുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വീണ്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടിയിൽ കോൺടാക്ട് നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെ കാണുന്നതെന്ന് വെച്ചാൽ ലൈക്കും ഫോളോ ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിൽ കൂടെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ശരി, വീണ്ടും നല്ല നല്ല വീഡിയോ തിരിച്ചു തരാട്ടാ. ബൈ ബൈ. ചേട്ടൻ വീട്ടിലോട്ട് പോട്ടെ കുതിരയായിട്ട്. ഹീരോ എത്തിയൊരു കുതിരയാണെങ്കിൽ കിട്ടുമായിരിക്കും. എന്തൊരു പാവം പിടിച്ച കുതിരയാണത്. എനിക്ക് ഭയങ്കര പേടിയാണ് കുതിരയല്ല, എല്ലാ ആനിമൽസിനും എനിക്ക് പേടിയാണ്. പക്ഷെ എനിക്ക് ഈ കുതിരേനെ ഭയങ്കര ഇഷ്ടമായിട്ടാ. എന്ത് ക്യൂട്ട് കുതിരയാ. ചെറിയ പിള്ളേരാണ് ഇത് മൊത്തം. ശരിക്കും ഇതൊക്കെ ആയിട്ട് സ്കൂളിൽ പോകണം അല്ലേ? നമ്മളിപ്പോ പുറത്ത് റോട്ടിൽ കൂടെ കുതിര നോക്കുമ്പോഴേ ഭയങ്കര റോയൽ ഫീലിംഗ് അല്ലേ?